ഹായ് ഫോക്സ്, ഫോറക്സ് മാസ്റ്റർ ക്ലാസ്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പി ഡി ആർ ഐസും പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റും അതേപോലെ നമ്മുടെ എസ് എം ടിയുടെ ഒരു ബിഗിനിങ്ങും മാർക്കറ്റ് മേക്കർ മോഡലും അതേപോലെ നമ്മുടെ ബ്രേക്കർ ബ്ലോക്കും നോക്കിയിരുന്നു. സോ നമ്മളിവിടെ കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുവാണ് ആ ഒരു ടോപ്പിക്കിൽ. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് പ്രൈസ് വരുന്നു, അവിടെ സ്മാർട്ട് മണി റിവേഴ്സൽ നടക്കുന്നു, പ്രൈസ് റിട്രേസ് ആവുന്നു. ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു നമ്മൾ കണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് കണക്ക് ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബ്ലോക്ക് ആണ് റിജക്ഷൻ ബ്ലോക്ക്. ഒരു പി ഡി ആർ ആണ് റിജക്ഷൻ ബ്ലോക്ക്. അപ്പൊ റിജക്ഷൻ ബ്ലോക്ക് എന്താന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതേപോലെ തന്നെ റിജക്ഷൻ ബ്ലോക്ക് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണക്ക് നമുക്ക് ഒരിക്കലും ഒരു സിംഗിൾ അസറ്റ് ക്ലാസ് ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റില്ല. നിങ്ങൾക്ക് ക്രാക്ക് ഇൻ കോറിലേഷൻസ് വേണം. കാരണം നമ്മുടെ അസറ്റ് ക്ലാസ്സസ് തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ ആ ഒരു കോറിലേഷൻ ബ്രേക്ക് ആവുന്നത് ഒരുപാട് കാര്യങ്ങളെ സിംബലൈസ് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് അത് അൺസിങ്ക് ആയിട്ട് തിരിച്ച് സിങ്ക് ആവുന്ന സിനാരിയോസ് ഉണ്ട്. ചില സമയത്ത് അത് 3 അസറ്റ് പെയറുകൾ കോറിലേറ്റഡ് ഉണ്ടെങ്കിൽ ആ ഒരു 3 അസറ്റ് പെയറുകളും പല രീതിക്ക് ആക്ട് ചെയ്യുന്ന സിനാരിയോസ് ഉണ്ട്. സോ നിങ്ങൾ ഒരൊറ്റ അസറ്റ് ക്ലാസ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഭയങ്കര ഒരു ലോസ് ആണ്. നമ്മുടെ അടുത്ത വീഡിയോ എസ് എം ടി എന്ന് പറഞ്ഞിട്ടാണ്, ക്രാക്ക് ഇൻ കോറിലേഷൻ ആണ്. സോ ഇന്നേ വരെ എസ് എം ടിയുടെ ഒരു വീഡിയോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഡെപ്ത് ആയിട്ട് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടാവില്ല. സോ നമ്മൾ അടുത്ത വീഡിയോ എസ് എം ടിനെ കുറിച്ചാണ്. സോ നമുക്ക് ഈ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് നോക്കി. സോ നമ്മൾ ഇപ്രാവശ്യം റിജക്ഷൻ ബ്ലോക്ക് നോക്കുവാണ്. സോ റിജക്ഷൻ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക് ആണ്, ഒരു സിംഗിൾ ലെവൽ അല്ല. ഇത് ഞാൻ സ്കീമാറ്റിക്സിൽ കാണിച്ചിട്ട് നമുക്ക് റിയൽ ലൈഫ് ചാർട്ട്സിൽ നോക്കാം. ഒരു റിയൽ ബ്ലോക്ക് ആണ്. സോ ആ ഒരു ബ്ലോക്കിലും പ്രൈസ് വരും. ആ ഒരു ബ്ലോക്കിന്റെ താഴെയും നമ്മുടെ സ്മാർട്ട് മണി റിവേഴ്സൽ നടന്നിട്ട് പ്രൈസ് ആ ബ്ലോക്കിനെ റെസ്പെക്ട് ചെയ്തിട്ട് പോകും. അതേസമയം റിജക്ഷൻ ബ്ലോക്കിൽ നടക്കുന്ന വേറെ സംഭവം എന്ന് വെച്ചാൽ ഒരു നമ്മുടെ കോറിലേറ്റഡ് പെയർ ആയിട്ടുള്ള ഒരു പെയർ ആ ഒരു റിജക്ഷൻ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്ത് താഴെ പോയിട്ട് അതിന്റെ താഴെ സ്മാർട്ട് മണി റിവേഴ്സൽ നടന്നിട്ടായിരിക്കും നടക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു റിജക്ഷൻ ബ്ലോക്സിനെ വെച്ചിട്ട് തന്നെ ഒരു എസ് എം ടി ഫോം ആവുന്നു. പോരാത്തതിന് നമുക്ക് നമ്മുടെ ഇന്റേണൽ സ്കെയിലിൽ ഒരു മൈനർ എസ് എം ടിയും കൂടെ ഫോം ആവുന്നു. ഓക്കെ, ഇതിന്റെ ഡെപ്ത് ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ റിലീസ് ചെയ്യാം. എസ് എം ടി ഒരു വളരെ വലിയൊരു ടോപ്പിക് ആണ്, സ്മാർട്ട് മണി ടെക്നിക് അല്ലെങ്കിൽ സ്മാർട്ട് മണി ടൂൾ. സോ എസ് എം ടിനെ കുറിച്ചിട്ട് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു യൂറോ USD $ എക്സാമ്പിൾസ് വെച്ച് നമ്മൾ ഒരു വീക്ക്ലി ഫോർകാസ്റ്റ്, ഈ NFP വീക്കിന്റെ ഫോർകാസ്റ്റിനകത്ത് ന്യൂ ഇയറിന്റെ ഫസ്റ്റ് ഫോർകാസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ക്വിക്കായിട്ട് കാണണമെങ്കിൽ ആ ഒരു വീഡിയോ പോയി വാച്ച് ചെയ്യുക. അതിന്റെ ഫൈനൽ പാർട്സിലായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു കണ്ടന്റ്. സോ റിജക്ഷൻ ബ്ലോക്കിൽ നടക്കുന്ന ഒരു സ്പെസിഫിക് പ്രൈസ് ആക്ഷൻ ആക്ടിവിറ്റി ഇതാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന പെയർ ഇപ്പം യൂറോ USD ആന്ന് വെച്ചോ, അതേസമയം ഈ ഒരു കോറിലേറ്റഡ് പെയർ ആയിട്ടുള്ളത് ഇപ്പം GBP USD അല്ലെങ്കിൽ ഡോളർ ഇൻഡെക്സ് എന്നുള്ള രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് നോക്കാന്ന് വെച്ചാൽ യൂറോ എക്സാക്ട്ലി ആ റിജക്ഷൻ ബ്ലോക്കിന്റെ ഏരിയയിൽ നിന്നിട്ട് അതിന്റെ അകത്ത് നിന്ന് തന്നെ നമുക്ക് സ്മാർട്ട് മണി റിവേഴ്സൽ കിട്ടി ഒരു മിറ്റിഗേഷൻ ബ്ലോക്ക് ഫോം ആയിട്ടാണ് പ്രൈസ് മുകളിലോട്ട് വരുന്നത്. അതേസമയം GBP USD എന്ന് പറയുന്നത് ആ ഒരു റിജക്ഷൻ ബ്ലോക്ക് ബ്രേക്ക് ചെയ്തു. റിജക്ഷൻ ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇത് ചെയ്യണം. റിജക്ഷൻ ബ്ലോക്ക് ബ്രേക്ക് ആയാൽ അതൊരു ലിക്വിഡിറ്റി പേർജ് ആണ്. കാരണം എക്സാക്ട്ലി ഒരു ഗ്രൂപ്പ് ഓഫ് വിക്സിന്റെ ഏരിയയിലാണ്, വിക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ലിക്വിഡിറ്റി ഏരിയയിലാണ് നമ്മൾ റിജക്ഷൻ ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. ഞാൻ എക്സാക്ട്ലി കാണിച്ചു തരാം. റിജക്ഷൻ ബ്ലോക്ക് ഫോം ആവുന്നതിന് ഒരു പെർട്ടിക്കുലർ റീസൺ ഉണ്ട്. സോ ആ ഒരു റിജക്ഷൻ ബ്ലോക്ക് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അതൊരു ലിക്വിഡിറ്റി ഗ്രാബോ ലിക്വിഡിറ്റി പേർജോ ആണ്. സോ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ചില സിനാരിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. ലൈക്ക് ഇങ്ങനത്തെ ഒരു സിനാരിയോ, ലൈക്ക് ലിക്വിഡിറ്റി ഒരു ഏരിയ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ പ്രൈസ് അവിടെ വരെ വന്നിട്ട് അതിന്റെ തൊട്ട് മുകളിൽ ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ട് പ്രൈസ് റിവേഴ്സ് ആയി പോകുന്നു. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഈ ഒരു ഇവിടെ ഒരു വേറെ ഒരു ലിക്വിഡിറ്റി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പ്രൈസ് എക്സാക്ട്ലി ആ ഒരു പോയിന്റ് തട്ടാതെ അതിന്റെ ഒരു തൊട്ട് മുകളിലായിട്ട് വന്നിട്ട് ഒരു ഈക്വൽ ലോസ് ക്രിയേറ്റ് ചെയ്ത് പ്രൈസ് പോയി. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ വേറെ അതിന്റെ കോറിലേറ്റഡ് പെയർ ആ ഒരു ലിക്വിഡിറ്റി പെർജ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ ഈ ഒരു പേർ ആ ലിക്വിഡിറ്റി പേർജ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പേർ അതിന്റെ ലിക്വിഡിറ്റി പേർജ് ചെയ്തിട്ടില്ല. സോ ഇവിടുത്തെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഒരു മിറ്റിഗേഷൻ ബ്ലോക്കിൽ നിന്നാണ്, ഇവിടുത്തെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഒരു ബ്രേക്കർ ബ്ലോക്കിൽ നിന്നാണ്. സോ നമുക്കൊരു
വലിയ സ്കെയിൽ എന്താ പറയാ SMT ഫോം ആയിട്ടുണ്ട്, അതേപോലെ ഒരു മൈനർ സ്കെയിൽ SMT ഫോം ആയിട്ടുണ്ട്. ഈ സാധനം നമുക്കൊരു 90% കൺഫർമേഷൻ, ലൈക്ക് ഒരു 90% നിങ്ങളിപ്പോ ഒരു ഹൈ റിസ്കിൽ ട്രേഡ് ചെയ്യാനൊക്കെ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കൺഫർമേഷൻ ഒക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് റിവേഴ്സലിനായിട്ട് വെയിറ്റ് ചെയ്ത് ഉറപ്പായിട്ടും അത്യാവശ്യം റിസ്ക് ഓൺ മോഡിൽ തന്നെ കയറി പോകാവുന്നതാണ്. ഓക്കെ, ട്രേഡ്സ് എൻട്രി ചെയ്യാവുന്നതാണ്. സോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയത്തില്ലായിരുന്നു മിറ്റിഗേഷൻ ബ്ലോക്സിനെ കുറിച്ച്. സോ ഞാൻ മിറ്റിഗേഷൻ ബ്ലോക്സിനെ ബ്രേക്കർ ബ്ലോക്സിനെ കുറിച്ച് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു പോവാം. സോ ഒരു പ്രൈസ് പോയിന്റില്, ലൈക്ക് പ്രൈസ് പോയിന്റ് എന്നല്ല, നമ്മുടെ പ്രൈസിന്റെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ലെഗിന് ശേഷം പ്രൈസ് റിട്രേസ് ആയി ഇങ്ങനെ പോകുന്ന ഒരു സിനാരിയോ ആണ് നമ്മുടെ മിറ്റിഗേഷൻ ബ്ലോക്ക്. അതേസമയം പ്രൈസ് ഡിസ്പ്ലേസ് ആയിട്ട് ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തിട്ട് മുകളിലോട്ട് പോകുന്നതിനെയാണ് നമ്മൾ ബ്രേക്കർ ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. ഇത് പ്യൂർലി ബാലൻസ്ഡ് പ്രൈസ് റേഞ്ചസിന്റെ ബാലൻസ് പ്രൈസ് റേഞ്ച് BPR തിയറിയുടെ ബേസിലാണ്. BPRന്റെ നമ്മളൊരു സെപ്പറേറ്റ് എപ്പിസോഡ് റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് മിറ്റിഗേഷൻ ബ്ലോക്സിന്റെയും ബ്രേക്കർ ബ്ലോക്സിന്റെയും ഇത്. സോ ബ്രേക്കർ ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ ലോ ഹൈ ലോവർ ലോ, മിറ്റിഗേഷൻ ബ്ലോക്സ് ലോ ഹൈ ഹയർ ലോ. ഓക്കെ, ഇത് പറഞ്ഞത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഈ മിറ്റിഗേഷൻ ബ്ലോക്കും ബ്രേക്കർ ബ്ലോക്കും എപ്പോഴാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് എപ്പോഴൊക്കെയാണ് ആ ഒരു കാര്യങ്ങൾ വാച്ച് ചെയ്യാൻ പറ്റുന്നത്? നമുക്കിപ്പോ ഒരു കണ്ടിന്യൂവേഷൻ റാലി എന്നുള്ളൊരു സിനാരിയോയിൽ നമുക്ക് മിറ്റിഗേഷൻ ബ്ലോക്സ് വന്നാണ് നമ്മൾ കയറി പോകുന്നത്. അതേസമയം നമുക്കൊരു റിവേഴ്സലിന്റെ സമയത്ത് നമുക്ക് ബ്രേക്കർ ബ്ലോക്ക് ആയിരിക്കും ഒരു സ്ട്രോങ്ങർ അസറ്റിൽ ഫോം ആവുക, ലിക്വിഡിറ്റി പേർജ് ചെയ്യുന്നത്. നമ്മൾ ഒരു അസറ്റ് മിറ്റിഗേഷൻ ബ്ലോക്ക് ഫോം ചെയ്യും, ഒരു അസറ്റ് ബ്രേക്കർ ബ്ലോക്ക് ഫോം ചെയ്യും. നിങ്ങൾക്ക് ബ്രേക്കർ ബ്ലോക്കിന്റെയും മിറ്റിഗേഷൻ ബ്ലോക്കിന്റെയും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കുവാണെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കർവ്, നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കർവ് നമുക്ക് ബ്രേക്കർ ബ്ലോക്സ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഫ്യൂച്ചർ പ്രൈസിനായിട്ടുള്ള ബ്രേക്കർ ബ്ലോക്സ് ക്രിയേറ്റ് ചെയ്താണ് പ്രൈസ് നമ്മുടെ ബയാസിനെതിരെ ആയിട്ടുള്ള മാനിപ്പുലേഷൻ നടത്തുന്നത്. അതേസമയം നമ്മുടെ റൈറ്റ് സൈഡ് ഓഫ് ദ കർവ് മിറ്റിഗേഷൻ ബ്ലോക്സ് ക്രിയേറ്റ് ചെയ്താണ് നമ്മുടെ ബയാസ് കൺഫേം ചെയ്ത് നമ്മുടെ മാനിപ്പുലേഷൻ കഴിഞ്ഞിട്ടുള്ള റിയൽ ഡിസ്ട്രിബ്യൂഷൻ ലെഗ് എന്നുള്ള രീതിയിൽ ആ ഒരു ബ്രേക്കർ ബ്ലോക്കിൽ സപ്പോർട്ട് എടുത്ത് ആ ഒരു സപ്പോർട്ട് കാരണം മിറ്റിഗേഷൻ ബ്ലോക്ക് ഫോം ആയി ബാലൻസ് പ്രൈസ് റേഞ്ചസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇവിടെ വർക്ക് ആവുന്നത്. സോ നിങ്ങൾക്ക് ആ ഒരു മാർക്കറ്റ് മേക്കർ മോഡൽ എന്നുള്ള ഒരു ഇതിന്റെ ബേസിൽ നിങ്ങൾക്ക് മിറ്റിഗേഷൻ ബ്ലോക്കും ബ്രേക്കർ ബ്ലോക്സും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഇതാണ് നമ്മുടെ റിജക്ഷൻ ബ്ലോക്കിന്റെ എക്സാമ്പിൾ. സോ ഈ ഒരു റിജക്ഷൻ ഏരിയ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ മൗസ് പോയിന്റർ ഉണ്ടായിരുന്നു, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തപ്പോഴത്തേക്ക് ഈ ഒരു റിജക്ഷൻ ബ്ലോക്കിന്റെ എക്സാക്ട്ലി ഈ ഒരു വിക്സിന്റെ ബോഡി ക്ലോസിംഗ് ആണ് മാർക്കറ്റ് പേർജ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു എക്സാക്ട് വിക്ക് വരെ വന്നിട്ടില്ല. ഓക്കെ, എക്സാക്ട് ആ ഒരു വിക്കിൽ ടച്ച് ചെയ്തിട്ടില്ല. ആ ഒരു കറക്റ്റ് വിക്കിന്റെ മേളിലാണ് പ്രൈസ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വിക്കിന്റെ മേളിൽ നമ്മുടെ ബോഡി ക്ലോസിലാണ്, ആ ഒരു ബോഡി ക്ലോസ് തൊട്ട് വിക്കിന്റെ ലോവർ വരെയാണ് റിജക്ഷൻ ബ്ലോക്കിന്റെ റേഞ്ച് വരുന്നത്. ആ ഒരു റേഞ്ചിന്റെ താഴെ നമുക്ക് സ്മാർട്ട് മണി റിവേഴ്സൽ നടന്നു. അവിടെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കർവിൽ ഉണ്ടായിരുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ഡിസ്പ്ലേസ് ചെയ്ത് പോയി. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇതാണ് നമ്മുടെ ബ്രേക്കർ ബ്ലോക്ക്, ലോ ഹൈ ലോവർ ലോ, ഇതാണ് നമ്മുടെ ബ്രേക്കർ ബ്ലോക്ക്. സോ ആ ഒരു ബ്രേക്കർ ബ്ലോക്കിൽ വരുമ്പം എൻട്രി നമ്മുടെ ഇനീഷ്യൽ കൺസോൾട്ടേഷനിലേക്ക്. സോ ഇത് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് എടുത്തൊരു എക്സാമ്പിൾ ആണ്. എനിക്കിവിടെ ഞാൻ സ്ക്രീൻ ക്യാപ്ചർ ചെയ്തപ്പോഴത്തേക്ക് എനിക്കിവിടെ ഒരു മൗസിന്റെ ക്ലിക്ക് ഉണ്ടായിരുന്നു. ഞാനത് ലൈക്ക് നമ്മുടെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ തന്നെ കാണിക്കാൻ ഞാൻ റിജക്ഷൻ ബ്ലോക്കിന്റെ. സോ ഇത് നമ്മുടെ ഗോൾഡിന്റെ പ്രൈസ് ആക്ഷൻ ആണ്, 1 ഹവറിന്റെ ചാർട്ട് ആണ്. സോ ഈ ഗോൾഡിന്റെ പ്രൈസ് ആക്ഷനിൽ കാണാമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ദിവസം മാർക്കറ്റ് ഫോൾ ആയപ്പോഴത്തേക്ക് ഒരുപാട് സർക്കാസ്റ്റിക് വീഡിയോസ് വന്നിരുന്നു നമ്മുടെ ലൈക്ക് സോഷ്യൽ മീഡിയയിൽ. അപ്പം അവര് ചോദിച്ചിരുന്നു ഇവിടെ ലിക്വിഡിറ്റി ഗ്രാബ് നടന്നിട്ടില്ല, അതുപോലെ പ്രൈസ് ഇവിടെയും ഒരു ലിക്വിഡിറ്റി ഗ്രാബ് നടത്തിയിട്ടില്ല, പ്രൈസ് അവിടെ നിന്ന് റിവേഴ്സ് ആയി, എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവം നടന്നതെന്ന് വെച്ചാൽ ഈ ഒരു റേഞ്ച് നമുക്കൊരു റിജക്ഷൻ ബ്ലോക്ക് ആണ്. എക്സാക്ട് ടൈമിൽ റിജക്ഷൻ ബ്ലോക്കിൽ വന്നിട്ട് സ്മാർട്ട് മണി റിവേഴ്സൽ നടന്നിട്ടാണ് പ്രൈസ് തിരിഞ്ഞിരിക്കുന്നത്. എക്സാക്ട്ലി പ്രൈസ് എവിടം വരെ വന്നെന്ന് ചോദിച്ചാൽ ഈ ഒരു റിജക്ഷൻ ബ്ലോക്ക് വരെയാണ് നമുക്ക് പ്രൈസ് വന്നിരിക്കുന്നത്. സോ ഇതൊരു റിജക്ഷൻ ബ്ലോക്ക് ടു റിജക്ഷൻ ബ്ലോക്ക് എന്നുള്ള ഒരു പ്രൈസ് ആക്ഷൻ ആണ്.
സോ നിങ്ങൾക്ക് ഈ ഒരു സെയിം രീതിയിലേക്ക് ഇപ്പം ഈ ഒരു ഇവിടെ എക്സാക്ട്ലി നടന്നിരിക്കുന്ന കാര്യവും പ്രൈസ് മേളിൽ വന്നു, അവിടെ നമുക്ക് സ്മാർട്ട് മണി റിവേഴ്സൽ കിട്ടി, റിവേഴ്സ് ആയി, ഇവിടുന്ന് സ്മാർട്ട് മണി റിവേഴ്സൽ കിട്ടി, പ്രൈസ് മുകളിലോട്ട് പോയി. ഈ ഒരു സെയിം രീതിയിലാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. സോ ഒരു കൂട്ടം ആൾക്കാർക്ക് ഈ ലൈക്ക് ഇതൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. ലൈക്ക് അവർ സെല്ല് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട് ചിലപ്പോൾ അവിടെ നിന്ന് ബൈ ചെയ്യുന്നത്. സോ അവിടെ നിന്ന് ബൈയിങ് ഓപ്പർച്യൂണിറ്റി. അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു ലിക്വിഡിറ്റി എയിം ചെയ്ത് നിങ്ങൾ ട്രേഡ് ചെയ്തിരിക്കുവായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരാളിപ്പം നിങ്ങളുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പരിചയത്തിലുള്ള ഒരാൾ അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് നിങ്ങൾ യൂട്യൂബിൽ ഫോളോ ചെയ്യുന്ന ആൾ, അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തി ഇവിടെ നീ ഒരു ബൈ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾ എക്സാക്ട്ലി ഒരു മാനിപ്പുലേഷൻ എൻഡ് ചെയ്യുന്നിടത്ത് നിങ്ങൾ സെല് ചെയ്യുന്നു, നിങ്ങളുടെ കറക്റ്റ് എൻഡിങ് ചെയ്യുന്നു, അടുത്തൊരാൾ ട്രേഡ് എടുക്കുന്നു. സോ നമുക്ക് ഇങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് ലൈക്ക് മാർക്കറ്റ് മേക്കർ മോഡൽസ് ഫെമിലിയർ ആവുകയാണെങ്കിൽ. സോ ഇതാണ് റിജക്ഷൻ ബ്ലോക്കിന്റെ റിയൽ എക്സാമ്പിൾ ഇൻ പ്ലേ. സോ റിജക്ഷൻ ബ്ലോക്സ് ലൈക്ക് എല്ലാ അസറ്റ് ക്ലാസസിലും ഫോം ആവാറുണ്ട്. മെയിൻലി ലൈക്ക് ഈ ബുള്ളിഷ് അസറ്റ് ക്ലാസസിലും ഈ മാനിപ്പുലേറ്റീവ് അസറ്റ് ക്ലാസസ്, ഈ ബിറ്റ് കോയിൻ, ഗോൾഡ്, അതേപോലെ നമ്മുടെ എന്താ പറയാ വളരെ വോളറ്റൈൽ ഡേയ്സിൽ നാസ്ഡാക്കിലും അതേപോലെ നമ്മുടെ യൂറോ USD ഒക്കെ കാണാറുണ്ട്. സോ ഇതാണ് റിജക്ഷൻ ബ്ലോക്കിന്റെ കോൺസെപ്റ്റ്. പിന്നെ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഞാൻ വേറെ കാര്യം കൂടെ കാണിക്കാം. ഈ ഒരു ഇംബാലൻസിൽ പ്രൈസ് വന്നിട്ട് എക്സാക്ട്ലി ആ ഒരു ഇംബാലൻസിൽ നമുക്കൊരു സ്മാർട്ട് മണി റിവേഴ്സൽ വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്. ഈ ഒരു ഇംബാലൻസിൽ നമുക്ക് എക്സാക്ട്ലി പ്രൈസ് ആ ഒരു ഇംബാലൻസിന്റെ എന്താ പറയാ അപ്പർ ക്വാഡ്രന്റിൽ വന്നു. അവിടെ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അതായത് എങ്ങനെയാണ്, എന്തുകൊണ്ട് ഇത് ഹാഫ് വരെ വന്നില്ല, എന്തുകൊണ്ട് ഇത് 75% വരെ പോയില്ല, അതിന്റെ ഡെപ്ത് ഇരിക്കുന്നത് ടൈമിലും ബാലൻസ് പ്രൈസ് റേഞ്ചസിന്റെയും ഇതിലാണ്. നിങ്ങൾക്ക് ടൈമിന്റെ പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ ഈ എക്സാക്ട്ലി നമുക്ക് ആ ഒരു ഇത് വന്നിട്ട് നമുക്ക് നമ്മുടെ റിവേഴ്സൽ സിഗ്നേച്ചേഴ്സ് ഫോം ആയിരിക്കുന്നത് ഒരു സ്പെസിഫിക് ടൈം ഓഫ് ഇൻട്രസ്റ്റിലാണ്. ഒരു മാക്രോ ടൈമിംഗിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് ടൈമിംഗിലായിരിക്കാം. സോ ആ ഒരു സ്പെസിഫിക് ടൈമിംഗിൽ നമുക്കൊരു ബ്രേക്കർ ബ്ലോക്ക് ഫോം ആയി. ഗ്യാപ്പ്, ബ്രേക്കർ ബ്ലോക്ക്, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമ്മുടെ എൻട്രി ആണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ ഫ്ലോ എൻട്രി ഡ്രിൽ, ആ ഒരു എൻട്രിയിൽ നമുക്ക് എൻട്രി ചെയ്യാം. ഇനിഷ്യൽ കൺസോൾട്ടേഷൻ ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതിപ്പോ ഒരു ഡെയിലി ക്യാൻഡിൽ ആയിട്ട് എടുക്കുവാണെങ്കിൽ ഡെയിലി ക്യാൻഡിൽ പ്രീവിയസ് ഡേയുടെ ലോ എടുത്തിരിക്കുന്നു. നമ്മുടെ ആ ക്യാൻഡിൽ തിരിച്ച് റിട്രേസ് ആയിട്ട് നമ്മുടെ ആ ഒരു കണ്ടിന്യൂഷൻ നടന്നിരിക്കുന്നത് അടുത്ത ദിവസം പ്രീവിയസ് ഡേയുടെ ഹൈ എടുത്തിരിക്കുന്നു. സോ ഒരു പക്ക മാർക്കറ്റ് മേക്കർ ബൈ മോഡൽ കംപ്ലീറ്റ് ആയിരിക്കുന്നു. മാനിപ്പുലേഷൻ ലെഗും ട്രേഡ് ചെയ്യാം, അതേപോലെ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ ലെഗും ട്രേഡ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു ഇത്. ബാക്കി നിങ്ങൾക്ക് ലിക്വിഡിറ്റിയുടെ കാര്യവും അതേപോലെ എന്താ പറയാ നമ്മുടെ ഓപ്പണിംഗ് ടൈംസിന്റെ കാര്യവും അതെല്ലാം നമ്മൾ ബാക്കിയുള്ള വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടല്ല പോയിരിക്കുന്നതെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. സോ ഗൈസ്, ഇത് നമുക്ക് റാപ്പപ്പ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു ടെലഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഇതിന്റെ കമന്റ് ബോക്സിൽ അതേപോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അപ്പം ലൈക്ക് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിവ്യൂവും കാര്യങ്ങളും അതേപോലെ ഡെയിലി നോട്ട്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ടെലഗ്രാം ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് അവിടെ നിന്നും ഈ നമുക്ക് യൂട്യൂബിൽ കിട്ടുന്നതിന്റെ ഒപ്പം ഒരു എക്സ്ട്രാ ആഡ് ഓൺ എന്നുള്ള രീതിയിൽ അവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടും. സോ നമ്മുടെ ഇയറിന്റെ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞിരിക്കുന്നു. സോ നെക്സ്റ്റ് വീഡിയോ ഇടുന്നവരെ ബി സേഫ്, ട്രേഡ് സേഫ്, ബൈ ഫോക്സ്.